ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. നമ്മുടെ SSC-CGL 2025 വേണ്ടി പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള നമ്മുടെ SSC-CGL-ന്റെ തന്നെ റീസണിങ്ങിന്റെ ടോപ്പിക് വൈസ് വെയിറ്റേജിന്റെ ഒരു നോൺ കണ്ടന്റ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ടോപ്പിക് വൈസ് വെയിറ്റേജ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ SSC-CGL പോലെ ഒരു ഇമ്പോർട്ടന്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് കൃത്യമായി ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഭാവി ഇരിക്കുന്നതെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മിക്കുക. അപ്പൊ പ്രിപ്പറേഷൻ സ്റ്റെപ്സുകൾ നിങ്ങൾ ആദ്യം എന്താണ്, ഏതൊരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങളുടെ ബേസ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യം എക്സാം പാറ്റേൺ എന്താണെന്ന് അറിയുക, അതിന്റെ സിലബസിലൂടെ നമ്മൾ പോവുക എന്നുള്ളതാണ്. ഏതൊക്കെ സിലബസ് ആണ് അതിനകത്തുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ കാൻഡിഡേറ്റ് ഷുഡ് ഹൈലി റിക്കമെൻഡ് ടു പ്രിപ്പയർ ഫോർ എവറി ടോപ്പിക് ആസ് മെൻഷൻഡ് ഇൻ ദ SSC-CGL റീസണിംഗ് സിലബസ്. ഏതൊക്കെ സബ്ജക്ട്, ഏതൊക്കെ സിലബസ് ബേസ് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. SSC-CGL റീസണിംഗ് സിലബസ് മൊത്തത്തിൽ കവർ ചെയ്യുക. അതായത് നമ്മൾ ഒരു ടോപ്പിക്ക് പോലും വിടാനായിട്ട് ശ്രമിക്കരുത്. നമ്മളിപ്പോ എത്ര വെയിറ്റേജ് ആണോ ഏതൊരു സിലബസിൽ ഏതൊരു സബ്ജക്റ്റിന് കൊടുത്താലും നിങ്ങൾ ആ ടോപ്പിക്സ് എല്ലാം കൃത്യമായി കവർ ചെയ്യുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയാലും ആ ഒരു ടോപ്പിക് വൈസിൽ നിന്ന് വരാൻ അവർ എന്തായാലും നോക്കും. അപ്പൊ നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് മാർക്ക് കിട്ടുന്ന ഒരു സെക്ഷനാണ് റീസണിങ് എന്ന് പറയുന്നത്. നമ്മുടെ കുറച്ചൊരു ലോജിക്കൽ തിങ്കിങ് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ എന്താണ്, എങ്ങനെ അതിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യവും കൂടെ അതിനകത്തുണ്ട്. നമ്മൾ കൃത്യമായ ഫോളോ അപ്പ് പാറ്റേൺ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി നല്ല മാർക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന ഒരു കാര്യമാണ് ആലോചിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എല്ലാവരും 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 50 മാർക്കാണ് റീസണിങ്ങിനുള്ള. ആ 50 മാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാനുള്ള കാര്യം തന്നെയാണ് നോക്കേണ്ടത്. 50 ഔട്ട് ഓഫ് 50 തന്നെ മേടിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഇതെന്ന് പറയുന്നത്, റീസണിങ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുക, എങ്ങനെ പഠിക്കണം, ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്സ് അപ്രോപ്രിയേറ്റ്ലി. ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന്, അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നിങ്ങൾ ഏത് സെക്ഷൻ ആണോ പഠിക്കുന്നത്, നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ആണോ ജോയിൻ ചെയ്ത് പഠിച്ചിരിക്കുന്നത്, എങ്ങനെയായാലും നിങ്ങൾ ബേസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരേ ഒരു കോൺസെപ്റ്റ് മാത്രം വെച്ച് പഠിക്കുക. ഇപ്പൊ സിലോജിസം ആയിക്കോട്ടെ, ഡയറക്ഷന്റെ കാര്യം ആയിക്കോട്ടെ, ബ്ലഡ് റിലേഷൻഷിപ്പ്, നിങ്ങൾ പഠിക്കുന്ന ഒരു പാറ്റേൺ കാണും. ആ പാറ്റേൺ പഠിച്ചതിന് ശേഷം പല ക്വസ്റ്റ്യൻസ്, വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്തോ, പക്ഷെ ഒരേ പാറ്റേൺ ആയിരിക്കും. നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി. എക്സാംസ് റീസണിങ്ങിന്റെ കാര്യത്തിൽ മാത്രമാണ് പറയാം. ഇപ്പൊ മാത്സ് ഒക്കെ ആണെങ്കിൽ 2-3 ടൈപ്പ് ഓഫ് ആൻസേഴ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും റീസണിങ്ങിൽ നമ്മൾ ഏതാണോ ചൂസ് ചെയ്തിരിക്കുന്നത് അത് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരൊറ്റ വേ മാത്രം ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു മെത്തേഡിൽ തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളത്. നമുക്ക് സ്പീഡാണ് ഏറ്റവും കൂടുതൽ ഏതിന് അത്യാവശ്യം എന്ന് പറയുന്നത്, റീസണിങ്ങിന് ആവശ്യം എന്ന് പറയുന്നത്. നമുക്ക് അറിയും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ വച്ചുകൊണ്ടിരുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ നോക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത്ര സമയത്തിനുള്ളിൽ റീസണിങ് ചെയ്യണമെന്നുള്ളൊരു മെന്റാലിറ്റി മാത്രം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സോഴ്സിൽ നിന്ന് പഠിച്ചിട്ട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മോക്ക് ടെസ്റ്റുകളുണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. എങ്ങനെയായാലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ്, നിങ്ങൾ പ്രയോറിറ്റീസ് കൊടുക്കേണ്ടത്. നിങ്ങളിപ്പോൾ മോക്കൊക്കെ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഏതാണ്, നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലം ഏതാണ് എന്ന് മനസ്സിലാക്കി ആ സെക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഏതാണോ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് അത് നല്ലപോലെ എന്ത് ചെയ്യുക, സ്പീഡ് ആക്കാൻ നോക്കുക. അതേസമയം ഏതാണോ വീക്കർ സെക്ഷൻ അതെന്തായിട്ട് കൃത്യമായ രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി. നിങ്ങൾക്ക് എപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്ന ഒരു സ്ഥലം കാണുമല്ലോ, ആ സ്ഥലങ്ങൾ കൃത്യമായി മിസ്റ്റേക്സ് നോട്ട് ഡൗൺ ചെയ്തിട്ട് ആ പ്രോബ്ലംസ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാന്നുള്ള ഒരു മെത്തേഡിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം തെറ്റാണെന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന മെത്തേഡ് അത്ര എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അത്ര യൂസ്ഫുൾ ആവുന്നില്ല. അപ്പോൾ ആ മെത്തേഡ് ചേഞ്ച് ചെയ്ത് പുതിയ ഒന്നിലേക്ക് മാറാനുള്ള സമയമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അനലൈസ് യുവർ മിസ്റ്റേക്സ് ഡെയിലി. എന്നും എന്ത് ചെയ്യുക, എല്ലാ ദിവസവും മോക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ ഡെയിലി മിസ്റ്റേക്സ് വരുമ്പോൾ നിങ്ങൾ ആദ്യം ബേസിക്സ് കവർ ചെയ്യട്ടെ. എപ്പോഴും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. ബേസിക്സ് കവർ ചെയ്ത് മോക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്സ് എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യുക. നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് ബേസ് കവർ ചെയ്ത് പോകുക. നിങ്ങൾക്ക് എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ റീസണിങ്. ആകെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. അത് ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ പറയാം. അപ്പൊ എന്ത് ചെയ്യുക, ഇൻഫിനിറ്റ് പ്രാക്ടീസ് ആണ് എന്തായിട്ട് നിങ്ങൾക്ക് വേണ്ടത്, റീസണിങ്ങിൽ വേണ്ടത്. നമുക്കിപ്പോൾ സെക്ഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അതാവുമ്പോൾ നമുക്ക് സ്പീഡും കിട്ടും. ആ മെത്തേഡ്സ് നമുക്കങ്ങ് ബൈഹാർട്ട് ആവും. നമ്മുടെ ഇപ്പൊ എന്താണ്, ഇപ്പം നമ്പർ സീരീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്പർ സീരീസ് നമ്മൾ പല തവണ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഫോളോ ചെയ്തവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ മെത്തേഡ് കൃത്യമായിട്ട് മനസ്സിലാവും. ഇന്ന ഒരു രീതിയിലാണ് ആ ഒരു സീരീസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ മെന്റൽ ലെവൽ എത്തണം. ആ ഒരു രീതിയിൽ നിങ്ങൾ അധികം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സ്പീഡ് ആൻഡ് ടൈം മാനേജ്മെന്റ്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്, സ്പീഡും ടൈമും ആണ്. അത് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ
പ്രിപ്പറേഷൻസിൽ നിങ്ങൾ അത് ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കുക. അതായത് അത് തന്നെയാണ് പറയുന്നത്. ബേസിക്സ് എന്താണ്? സ്പീഡ് ആൻഡ് ടൈം ആണ്. നമുക്ക് സ്പീഡ് ആൻഡ് ടൈമും ഉണ്ടെങ്കിൽ പിന്നെ റീസണിങ്ങിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ കുറച്ച് ലോജിക്കൽ ബുദ്ധിയും അതിൻ്റെ ഒപ്പം നമ്മുടെ സ്പീഡും ടൈമും എല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് 50-50 മേടിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, CGL പോലെ ഒരു എക്സാംസിന് നമുക്ക് എന്താണ് 50-50 ഏതിന് കിട്ടിയ റീസണിങ്ങിന് കിട്ടിയാൽ തന്നെ നമ്മുടെ ഒരു കാൽ ഭാഗം ശരിയായെന്നുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഓരോ ഈ ഒരു രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. സോറി. ഓക്കെ, അപ്പൊ ആൽഫബറ്റിക് ഓർഡേഴ്സും നമ്മൾ ബേസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ആൽഫബറ്റിക് ഓർഡേഴ്സ്, സ്ക്വയേഴ്സ്, ക്യൂബ്സ്, ടേബിൾസ്. അപ്പൊ നമ്മൾ എന്താ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡേഴ്സ്. അതായത് നിങ്ങൾക്ക് അറിയാം ആൽഫബറ്റ് സീരീസ് വരും, നമ്പർ സീരീസ് വരും. നിങ്ങൾക്ക് അറിയാം നമ്മുടെ നോർമലി നമ്മുടെ ഈ പറയുന്ന റീസണിങ് നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും നമ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ ആൽഫബറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ 3 സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പല രീതിയിൽ നമുക്ക് എന്താണ് വേർഡ് പ്രോബ്ലംസ് ഉണ്ടാവും. വേർഡ് പ്രോബ്ലംസ് ആണ് നമ്മുടെ ഈ പറയുന്ന ഡയറക്ഷൻ സെൻസ് എന്ന് പറയുന്നതും ബ്ലഡ് റിലേഷൻഷിപ്പ് പോലെയുള്ള ക്വസ്റ്റ്യൻസ്. അതെല്ലാം എന്താണ് ഈ പറയുന്ന വേർഡ് പ്രോബ്ലംസുകളും ഉണ്ട്. അല്ലാണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫിഗറിന്റെ ക്വസ്റ്റ്യൻസ് കാണും, നമ്പറിന്റെ ക്വസ്റ്റ്യൻസ്, ആൽഫബറ്റ് സീരീസ് കാണും. ഓക്കെ, അങ്ങനെ കാണും. അപ്പൊ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡേഴ്സിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉള്ളതെങ്കിൽ ആൽഫബറ്റ്സുകൾ പഠിക്കുക. 1 to എത്രയാണ് 26 വരെ നമുക്ക് ആൽഫബറ്റ്സ് ഉണ്ട്. ഓരോ ആൽഫബറ്റ്സും എത്രാമത്തെ നമ്പറിലാണ് വരുന്നതെന്നുള്ള കാര്യം ആലോചിക്കുക. കാരണം നമ്മൾ എക്സാം ടൈമിന് അതിന് വേണ്ടി സെപ്പറേറ്റ് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയാലും അത് മനസ്സിലാക്കി വയ്ക്കുക, ഇത് ഇന്നതാണ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ആൽഫബറ്റിന്റെ ഓർഡേഴ്സ് അറിയുക, അതുപോലെ തന്നെ ആൽഫബറ്റിന്റെ ഓപ്പോസിറ്റ് നമ്പേഴ്സും അറിയുക, അവരുടെ ഓപ്പോസിറ്റ് ആൽഫബറ്റ്സും അറിയുക. അതായത് എയുടെ ഓപ്പോസിറ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 26 ആണ്. അപ്പൊ അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ എന്താണ് ഇസഡിനാണ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് പഠിക്കുക. അപ്പൊ അതിന്റെ എന്തെങ്കിലും കോഡുകളൊക്കെ വെച്ച് ഇപ്പോഴാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ടൈമുണ്ട്. നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങൾ മോക്കൊക്കെ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ബേസ് ആയിട്ട് കവർ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ആൽഫബറ്റിന്റെ ഓർഡേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ആൽഫബറ്റിന്റെ നമ്പേഴ്സ് പഠിക്കുക, അതുപോലെ തന്നെ ആൽഫബറ്റിന്റെ റിവേഴ്സ് നമ്പറുകൾ പഠിക്കുക. എ എന്ന് പറയുന്നത് 26 ആണ്. അതേസമയം നമ്മുടെ ഇസഡ് എന്ന് പറയുന്നത് 1 ആവും റിവേഴ്സ് ഓർഡറിൽ വരുമ്പോൾ. അങ്ങനെ ഇസഡ് ഏതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൽഫബറ്റ്സ് പഠിക്കുക. ബി വൈ ആണ്, സിയുടെ എക്സ് ആണ്, ഡിയുടെ ഡബ്ല്യു ആണ്. അപ്പൊ അതിനൊക്കെ കുറച്ച് കോഡുകളുണ്ട്. അപ്പൊ ഇതുപോലെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ ട്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇജോട്ടി എന്ന് പറയുന്ന ഈ ഒരു രീതിയിൽ ഇജോട്ടി എന്ന് പറയുമ്പോൾ സൗണ്ട്സ് ലൈക്ക് എ ഗേൾസ് നെയിം. ഈ ജ്യോതി എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ആൽഫബറ്റ്സിന്റെ തന്നെ വവൽ ക്യാരക്ടേഴ്സും ജസ്റ്റ് ഒന്ന് പഠിച്ച് ഓർമ്മിച്ച് വെക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന 5ാമത്തെ 10ാമത്തെ ഇതിപ്പോൾ 5ന്റെ ഒരു രീതിയിലാണ് പോകുന്നത്. 5, 10, 15, 20, 25 എന്ന് പറയുന്ന രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ 5 നമ്പേഴ്സ് പിന്നെ എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഇപ്പൊ എന്താണ് ജി വന്നു, EFG ആണ്. അപ്പൊ എന്താണ് 5 ആണ് ഇ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ FG എന്ന് പറയുന്നത് 6, 7 ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ 5ന്റെ ഓർഡറിൽ വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം 3ന്റെ ഓർഡറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് ആൽഫബറ്റ് നമ്പേഴ്സ് അറിയാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം എഴുതി സമയം കളയരുത്. എഴുതി സമയം കളഞ്ഞ് പിന്നെ അതിനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ആൽഫബറ്റിന്റെ ഓർഡേഴ്സും പഠിക്കുക, റിവേഴ്സ് ഓർഡേഴ്സും പഠിക്കുക, റിവേഴ്സ് ഈ പറയുന്ന സംഭവങ്ങളും പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറേ ഇതുണ്ട്, ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. പിന്നെ പഠിക്കേണ്ട കാര്യമാണ് സ്ക്വയേഴ്സ്, ക്യൂബ്സ്, ടേബിൾസ്. അതായത് സ്ക്വയേഴ്സ്, ക്യൂബ്സ്, ടേബിൾസിലാണ് നമ്പർ സീരീസ് വരുന്നത്. ആൽഫബറ്റ് സീരീസും ഉണ്ട്, നമ്പർ സീരീസും ഉണ്ട്. അപ്പൊ നമ്പർ സീരീസ് പക്കയാവണമെങ്കിൽ നമുക്ക് എന്തറിയണം, നമ്പേഴ്സ് കണ്ടാൽ അത് ഏതിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയണം. ആ മൾട്ടിപ്പിൾ അറിയില്ലെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പൊ പറയുന്ന പോലെ സ്ക്വയേഴ്സ് അറിയണം, അല്ലെങ്കിൽ ക്യൂബ്സുകൾ അറിയണം. നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഇൻറ്റു 2 എന്നൊക്കെ പറഞ്ഞുള്ള ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ, അതിന്റെ ഓരോ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ നല്ല ടൈം പോകും. കാരണം സീരീസിന് ഒരു പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് ഏതിനുണ്ട്, റീസണിങ്ങിലുണ്ട്. നമ്മുടെ നമ്മൾ എത്രത്തോളം ലോജിക്കലി ചിന്തിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ബ്രെയിൻ എത്രത്തോളം വർക്ക് ആവുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്കതിൽ നല്ല പോലെ നമ്പേഴ്സ് അറിയണം. കാരണം ഇത്രയും നാളും ചോദിച്ചു വന്ന ക്വസ്റ്റ്യൻസിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എത്ര തലപോഞ്ഞിരുന്നാലും നല്ല ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എത്രയാണ് ഒരു 5, 6, 7 മിനിറ്റ് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. പക്ഷെ നമുക്ക് അത്ര ടൈം ഇല്ല. നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ എത്രയാണ് ശരിക്കും പറഞ്ഞാൽ
നമുക്ക് ടോട്ടൽ 60 മിനിറ്റ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ആ 60 മിനിറ്റിൽ 25 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് റീസണിംഗ് എന്ന് വരുന്നത്. ആ 25 ക്വസ്റ്റ്യൻസ് എത്ര മിനിറ്റ് കൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യണം? 20 മിനിറ്റ്. 20 മിനിറ്റ് എന്ന് പറയുന്നത് 25 ക്വസ്റ്റ്യന് 20 മിനിറ്റ്. അതായത് 25 ക്വസ്റ്റ്യന് 1 മിനിറ്റ് വെച്ച് പോലും ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ള കാര്യമാണ്. 20 മിനിറ്റും അല്ല, ചിലരൊക്കെ ഉണ്ടല്ലോ നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ളവർ 15 മിനിറ്റിനുള്ളിലും തീർക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. ആദ്യത്തെ ഒറ്റ നോട്ടത്തെ നിങ്ങൾ ഒരിക്കലും ഒരിടത്തും സ്റ്റക്ക് ഓൺ ആവരുത്. നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു, അല്ലെങ്കിൽ ഒരു 5ാമത്തെ ക്വസ്റ്റ്യൻ എത്തിയപ്പോൾ നിങ്ങൾ എന്താണ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി, പക്ഷെ ഇത് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക. ഡയറക്റ്റ് അടുത്ത ക്വസ്റ്റ്യനിൽ പോയിട്ട് ലാസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും സെഷനും കഴിഞ്ഞിട്ട് വന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റിവ്യൂ ചെയ്യാൻ പാടുള്ളൂ മറ്റ് കിട്ടാത്ത ക്വസ്റ്റ്യൻസ്. അല്ലാതെ അവിടെ ഇരുന്ന് ഒരു മിനിറ്റ് വരെ നിങ്ങൾ മാക്സിമം എടുത്തോളൂ. പക്ഷേ അതിൻ്റെ അപ്പുറം 1 മിനിറ്റ് പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് മാത്രമേ കവറപ്പ് ചെയ്യാവൂ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇപ്പോഴേ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങളുടെ ബേസ് എപ്പോഴും 20 മിനിറ്റിനുള്ളിൽ തീർക്കണം. ഒരു 50 ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. 50 ക്വസ്റ്റ്യൻസ് വീതം ഓരോ സെക്ഷനിൽ നിന്ന് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ടോപ്പിക്സുകളാണ്. ടോപ്പിക്സുകൾ വളരെ കുറച്ച് ടോപ്പിക്സുകളേ ഉള്ളൂ. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു ഇതെന്ന് പറയുന്നത്, പ്രധാനമായിട്ടും പഠിക്കേണ്ട സെക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ക്യൂബ്സ് ആൻഡ് ഡൈസ് ആണ്. ക്യൂബും ഡൈസും അത് പഠിക്കണം. നമുക്ക് എന്തായാലും ഒരു 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1 to 2 ക്വസ്റ്റ്യൻസ് അതിൽ നിന്നുണ്ടാവും. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഈ വെൻ ഡയഗ്രാമും ക്യൂബ് ആൻഡ് ഡൈസ് ഏകദേശം വെൻ ഡയഗ്രാമും സില്ലോജിസം എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണ്. സില്ലോജിസം കാരണം എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ തന്നെ വേർഡ് ഫോർമേഷൻ, പേപ്പർ കട്ടിങ് ഇതൊക്കെ വരാറുണ്ട്. ആ ഫിഗറിന്റെ സീരീസിൽ തന്നെ എന്ത് ചെയ്യും? ഈ പറയുന്ന സില്ലോജിസം ഒക്കെ കയറി വരും. അതുകൊണ്ടായിരിക്കും എടുത്ത് പറയാത്തത്. അപ്പോൾ വെൻ ഡയഗ്രാം, സില്ലോജിസം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. സിലോജിസ് അറിയാലോ, നോ എ ആർ ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സം എ ആൻഡ് ബി എന്ന് പറയുന്നൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ബട്ട് എ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വെൻ ഡയഗ്രാം, സിലോജിസം പഠിക്കുക. അത് കഴിഞ്ഞ് വാട്ടർ ഇമേജും മിറർ ഇമേജും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നീ വാട്ടറിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ മിറർ ഇമേജിൽ നിന്നായിരിക്കും. 1 or 2 ക്വസ്റ്റ്യൻസ്, 2 ക്വസ്റ്റ്യൻസ് മാക്സിമം മിറർ ഇമേജിൽ നിന്ന് ചോദിക്കാറുണ്ട്. ബ്ലഡ് റിലേഷൻ. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ക്യൂബ്സ് ആൻഡ് ഡൈസ് പഠിക്കുക. അതൊന്നും എന്താണ്? കോൺസെപ്റ്റ് ഉണ്ടല്ലേ, കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണ്. അതുപോലെ ബ്ലഡ് റിലേഷനും എന്തുണ്ട്? കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ്, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഇതൊക്കെ മനസ്സിലാക്കി ഒരാൾ നടന്നു പോകുന്നതിന്റെ ഡിസ്റ്റൻസ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതൊക്കെ നിങ്ങൾ സിമ്പിൾ കോൺസെപ്റ്റുകൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ടെന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന മിസ്സിംഗ് നമ്പർ, സീരീസ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം നമുക്ക് എത്ര ആലോചിച്ചാലും കിട്ടത്തില്ല. ഇതൊക്കെ കോൺസെപ്റ്റ് ബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഈ പേപ്പർ കട്ടിങ് ആൻഡ് ഫോൾഡിങ് നമ്മുടെ ഏതിൽ വരുന്നതാണ്? ഈ ഫിഗർ സീരീസിൽ വരുന്നതാണ്. പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെത്തേഡ്. അതൊക്കെ നമ്മൾ നല്ലപോലെ ടൈം എടുത്ത് ചിന്തിക്കുന്നതാണ്. പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ഇതിൻ്റെയൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അനലോഗി ഉണ്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഉണ്ട്, പസിൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനത്തെയൊക്കെ പല ടൈപ്പ് ഓഫ് പാറ്റേൺ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. നിങ്ങളിവിടെ കാണുകയാണെങ്കിൽ, നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈം നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് അനലോഗി ടൈപ്സുകൾ. നമ്മുടെ അനലോഗി എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ഇതെന്തായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒന്നാണെങ്കിൽ മറ്റൊന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് റിലേഷൻ കാണിക്കുന്നതാണ് അനലോഗീസ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയാണ്. ഇതിപ്പോൾ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഉള്ളിലുള്ള സാധനം പുറത്തു വരുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഫിഗർ വന്നിരിക്കുന്നത്. ആദ്യം പുറത്തുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഉള്ളിൽ പോയാണ് വന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ ഒരു ഫിഗർ തന്നു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് അനലോഗി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അനലോഗി, ക്ലാസിഫിക്കേഷൻ ഇതെല്ലാം എന്താണ്? ഒന്നീ നമ്പറിന്റെ കേസസിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഫിഗറിന്റെ കേസിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആൽഫബറ്റ് കേസസിലാണ് വരുന്നത്. ഇവിടെ നോക്കിയാൽ ഇതെന്താണ്? പസിലാണ്. ശരിക്കും പറഞ്ഞാൽ പസിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 ഇമേജസ് ഒക്കെ കാണും. അപ്പോൾ ഇതിന്റെയൊക്കെ ഓരോ ട്രാൻസാക്ഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും ക്വസ്റ്റ്യൻ മാർക്കുള്ള സിംബൽ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. ഇതെന്താണ്? പസിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പസിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിലപ്പോൾ എന്താണ് മെട്രിക്സ് ടൈപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ആലോചിച്ചിരിക്കേണ്ട കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ നിങ്ങൾ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇതൊന്നും നമ്മൾ ആദ്യമേ പഠിക്കുന്ന ഒരു കാര്യമല്ല, ബൈ പ്രോസസ് ആണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതുമായിട്ട് എന്ത് ചെയ്യാണ്? അഡോപ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് അത് അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള ഒരു പവർ കിട്ടും ഓട്ടോമാറ്റിക്കലി. ഇത് ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയി എന്നുള്ളൊരു സംഭവം നിങ്ങളുടെ മൈൻഡിൽ വരും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻസ് കോഡ് ചെയ്ത് വെച്ചിരിക്കും. അതായത് ഡീപ്പിന് 60 എന്ന് പറഞ്ഞൊരു നമ്പർ, ഹെയറിന് 72 എന്ന് പറഞ്ഞൊരു നമ്പറും കൊടുത്തിരിക്കും. അപ്പൊ ഇതിനൊക്കെ എന്താണ്, നിങ്ങൾ ഡിയുടെ ഒക്കെ ആൽഫബറ്റ്സുകൾ അറിയണം. കണ്ടോ, ഡിയുടെ 4 ആണ്, ഇയുടെ 5 ആണ്. ഇങ്ങനെ ആൽഫബറ്റ്സ് അറിയണം. വവ്വലിന് പ്രത്യേകം നമ്പേഴ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അറിയണം. അപ്പോൾ ആ ഒരു രീതിയിൽ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഇങ്ങനെ ആൽഫബറ്റ്സ് എഴുതാതെ തന്നെ നിങ്ങൾക്ക് ഡി എന്ന് പറയുന്നത് 4 ആണ്, ഇ എന്ന് പറയുന്നത് 5 ആണ്, ഇ എന്ന് പറയുന്നത് 5 ആണ്, പി എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ തന്നെ 30 കിട്ടി. അപ്പൊ 30 × 2 ആയിരിക്കും അവർ ചേർത്തതെന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. 30 × ഇത് 30 എല്ലാം കൂടെ കൂട്ടി വന്നു 30 × 2 ആണ് 60. അപ്പൊ തന്നെ നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, പ്രോസസ് ആണ്. എഴുതാതെ തന്നെ നമ്മുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പീഡിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ഹെയർ എത്രയാണ്, ഹെയറിനും ഇതുപോലെ തന്നെ നമ്മൾ കൂട്ടി വരുമ്പോൾ എത്ര കിട്ടും, 36 കിട്ടും. × 2 ചെയ്യുമ്പോൾ 72. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന റാബിറ്റിന്റെ, ഈ പറയുന്ന ഡബിൾ ബി ഇല്ല, അല്ലാതെ റാബിറ്റ് എന്ന് പറയുന്ന ഒരു സ്പെല്ലിങ്ങിന് എത്രയായിരിക്കും വരുന്നു എന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കുക. 50 വരുമ്പോൾ 100 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഇതുപോലെ തന്നെയാണ് ഗസ്റ്റിനും അവരെന്തെങ്കിലും ഒന്ന് കോഡ് ചെയ്ത് വെച്ചിരിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഡീകോഡ് ചെയ്യുക. അത് പല രീതിക്ക് വരാം. സിമ്പിൾസ് വെച്ച് വരാം, ഫിഗേഴ്സ് വെച്ച് വരാം, അല്ലെങ്കിൽ നമ്പേഴ്സ് വെച്ച് വരാം, ആൽഫബറ്റ്സ് വെച്ച് വരാം. എങ്ങനെയാണെങ്കിലും അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയാണ് നമ്മുടെ സീരീസുകൾ, കണ്ടോ, ഇത് ഇങ്ങനത്തേക്ക് സീരീസുകൾ വരും. അപ്പൊ അതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായി അറിയണമെങ്കിൽ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് ഒരുപാട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് അഡോപ്റ്റ് ചെയ്യും. ഇത് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് എന്ത് ചെയ്യും, ആ ഒരു കാൽക്കുലേഷൻ രീതിയിൽ നിങ്ങൾ എത്തും. റീസണിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. സില്ലോജിസം എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലോ, കോൺസെപ്റ്റ് ഒക്കെ കൃത്യമായി പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓൾ ARB വരുമ്പോൾ എങ്ങനെയായിരിക്കും ഫിഗർ എന്ന് പറയുന്നത്, ഓൾ BRC എന്ന് പറയുന്നത്, ഇതൊക്കെ എന്താണ് മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സില്ലോജിസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ലോജിക്കൽ ഉപയോഗിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ സെക്ഷൻ വൈസ് ചെയ്ത് തന്നെ പഠിക്കുക. നന്നായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. സമ്മിന്റെ കണ്ടീഷൻ എന്താണ്, ഓളിന്റെ കണ്ടീഷൻ എന്താണ്, സം നോട്ടിന്റെ കണ്ടീഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. അതുപോലെ തന്നെ ആൽഫബറ്റ് ഫില്ലിങ്സുകൾ, ഇങ്ങനത്തെ ഫില്ലിങ്സുകൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് എഴുതി പഠിക്കുക. എവിടെയാണ് അതിന്റെ കട്ട് വരുന്നത് എന്നുള്ള കാര്യം ചെയ്ത് പഠിക്കുക. നമ്മുടെ ഡൈസുകളുണ്ട്. ഡൈസിന്റെ എന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ട്, അൺഫോൾഡഡ് ഡൈസും ഉണ്ട്, ഫോൾഡഡ് ഡൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡൈസുകളുണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ക്ലാസിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ കുറേയൊക്കെ ടേംസ് കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും നമുക്ക് എന്താണ്, അയ്യോ ഇത്രയും ടോപ്പിക്സ് ഉണ്ടോ എന്ന് തോന്നുന്നത്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം വരുന്നത് എന്ത് തന്നെയാണ്, നമ്പേഴ്സ്, ഇത് പറയുന്ന പോലെ വേർഡുകൾ അല്ലെങ്കിൽ ആൽഫബറ്റ്സിന്റെ ഒക്കെ തന്നെയാണ് വരുന്നത്. ഈ പേരിൽ അല്ലാത്തത് ഏത്, ക്ലാസിഫിക്കേഷനിൽ തന്നിട്ടുള്ളതിൽ മിസ്മാച്ച് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഏതാണ്, അല്ലെങ്കിൽ ഏതാണ് ഇതിൽ റെസ്റ്റിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ പേര് കണ്ടുപിടിക്കുക. ഇതൊക്കെ എന്താണ്, നല്ല ടൈം എടുക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ വേർഡ് പ്രോബ്ലംസ് വരും കേട്ടോ. അതായത് ഇതിൽ നിന്ന് എന്താണ് ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ കുറച്ചൊരു GK നോളജും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നും. ചിലപ്പോൾ ഡാൻസിന്റെ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്, സ്റ്റേറ്റിന്റെ കാര്യമായിരിക്കും, ക്യാപിറ്റൽസിന്റെ കാര്യമായിരിക്കും, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവ കൃത്യമായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്താണ് സെക്ഷൻ വൈസ് ചെയ്തിട്ടുള്ള മാർക്കിന്റെ വെയിറ്റേജ് നോക്കാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഏകദേശം 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അനലോഗി എന്ന് പറയുമ്പോൾ 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുമെങ്കിൽ അനലോഗിയിൽ എന്തൊക്കെയുണ്ട്, അനലോഗിയിൽ ഫിഗർ അനലോഗി വരാറുണ്ട്, നമ്മുടെ നമ്പർ അനലോഗി വരാറുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ആൽഫബറ്റ് അനലോഗി ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കേണ്ട ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, കോഡിങ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഓരോ ടോപ്പിക്സ് ആയിട്ട് കവർ ചെയ്യുക കേട്ടോ. 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടോപ്പിക്സ് എടുത്ത് വെച്ചിട്ട് റീസണിങ്ങിന്റെ മെട്രിക്സ് ഇങ്ങനെ ഗൂഗിളിൽ അടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് അവരുടെ ക്ലാസ് കണ്ട് നോക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയാണോ യൂട്യൂബിലാണോ ക്ലാസ്സസ് നോക്കുന്നത്, അങ്ങനെ ഈ ഓരോ ടോപ്പിക്സ് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏകദേശം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ബ്ലഡ് റിലേഷനൊക്കെ 0 to 1 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഏറ്റവും കൂടുതൽ അവർ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ പറയുന്ന പോലെ സീരീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമ്മൾ ടൈം എടുക്കും, അത്രത്തോളം നമ്മളെ ചിന്തിച്ചെടുക്കാനുള്ള ടൈം കൊണ്ടാണ്. പസിൽസ് ഒക്കെ കണ്ടോ, 2 to 3 ക്വസ്റ്റ്യൻസ് അവർ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്തൊക്കെ കൂടെ ഉണ്ട്, ഡയറക്ഷൻ പഠിക്കുക, ബ്ലഡ് റിലേഷൻ പഠിക്കുക, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ സിലോജിസം പഠിക്കുക. ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ഫിഗറിലൊക്കെ കയറി വരും കേട്ടോ. അങ്ങനെ എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. വേർഡ് ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിലോജിസത്തിൻ്റെയൊക്കെ ഓരോ മെത്തേഡ്സുകളാണ്. വെർബൽ റീസണിങ്ങും നോൺ വെർബൽ റീസണിങ് എന്ന് പറഞ്ഞാൽ, വെർബൽ എന്ന് പറഞ്ഞാൽ വേർഡ് ഫോർമാറ്റിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് കാണും. അതുപോലെ തന്നെ നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഫിഗർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കാണും എന്നുള്ളൊരു കാര്യം എടുത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ 4 to 5 ക്വസ്റ്റ്യൻസ് നോൺ വെർബൽ റീസണിങ് ആണ്. അതിനകത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ പേപ്പർ ഫോൾഡിങ് വരാറുണ്ട്. അതുപോലെ തന്നെ ഫിഗർ കംപ്ലീഷൻ ഉണ്ടാവാറുണ്ട്, മിറർ ഇമേജ് ഉണ്ട്, വാട്ടർ ഇമേജ് ഉണ്ട്, അങ്ങനത്തേക്ക് കുറെ സംഭവങ്ങൾ വരുന്നത് നോൺ വെർബൽ റീസണിങ്ങിനാണ്. അതെല്ലാം എന്ത് ചെയ്യുക,
കൃത്യമായ രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടുന്ന മാർക്കാണ്, അതെന്ത് ചെയ്യുക, കളയാൻ പാടില്ല. നല്ല സ്പീഡ് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ ഏറ്റവും കൂടുതൽ ഏതിൽ തന്നെ വാങ്ങാൻ നോക്കുക, റീസണിങ്ങിൽ തന്നെ വാങ്ങുക. ഒപ്പം തന്നെ മാത്സിന്റെ കാര്യവും നമ്മൾ പറഞ്ഞതാണ്. മാത്സ് കൃത്യമായ രീതിയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് 40+ ഔട്ട് ഓഫ് മാർക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, 50 മേടിക്കാൻ പറ്റും. അത് കൃത്യമായി തന്നെ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കലണ്ടർ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഇപ്പൊ 2-3 വർഷമായിട്ട് കലണ്ടർ ചോദിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. കലണ്ടർ ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാ സമയവും കഴിഞ്ഞിട്ട് എന്തെങ്കിലും അഡീഷണൽ നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പൊ ഇതില് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ഇത്രയാണ് എപ്പോഴും ചോദിക്കുന്നത്. ഫിഗർ ബേസ് ചെയ്തിട്ടുള്ള, വേർഡ് ബേസ് ചെയ്തിട്ടുള്ള, ആൽഫബറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എപ്പോഴും ചോദിക്കുന്നത്. മാറിയും തിരിഞ്ഞും ഒക്കെ ചോദിക്കാറുണ്ട്. അതെന്ത് ചെയ്യുക, നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്കാണ് കേട്ടോ. അപ്പോൾ അത് ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ റീസണിങ്ങിലുള്ളൂ. അതെന്ത് ചെയ്യുക, ആ ഒരു ലെവലിൽ തന്നെ പഠിക്കുക. കുറച്ചെന്താണ് കടുകട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഗ്രാജുവേറ്റ് ലെവൽ ആയതുകൊണ്ട് തന്നെ, CGL ലെവൽ ആയതുകൊണ്ട് അത്യാവശ്യം എന്ത് ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് കുറച്ച് ടഫായിട്ട് തോന്നും. 20 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ലെവൽ ആയിരിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായി ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ പഠിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുമോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൃത്യമായ രീതിയിൽ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്നെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ പഠിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, SSC RRB ബാങ്കിന്റെ ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സസിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ SSC RRB ബാങ്കിന്റെ ഓൺലൈൻ കോഴ്സസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്പർ കോൺടാക്ട് ചെയ്യാം. ദിശ അക്കാഡമിയിൽ നിന്ന് തന്നെ ഇപ്പൊ തന്നെ ബാച്ചസ് സ്റ്റാർട്ടഡ് ആണ്. കുട്ടികൾ ഓൾറെഡി പഠിക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ പാറ്റേണിൽ തന്നെ അവർ പഠിപ്പിച്ച് നിങ്ങളെ ക്ലിയർ ചെയ്ത് തരും. ഫൗണ്ടേഷൻ കോഴ്സ് പോലെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏതാണോ പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അത് ചെയ്യാം. ഓഫ്ലൈൻ കോഴ്സസ് കൊണ്ട് നിങ്ങളുടെ വീട് എവിടെയാണോ വരുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് അടുത്ത സെന്റേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നോക്കാം. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം ബ്രാഞ്ചിലാണ് നമ്മുടെ എന്ത് വരുന്നത്, ഓഫ്ലൈൻ കോഴ്സസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ എവിടെയാണെന്ന് തോന്നുന്നത് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം അത്ര തന്നെയാണ് നമ്മൾ പറയുന്നത്. സിലബസ് വെയിറ്റേജ് അല്ല, നമ്മുടെ സ്പീഡും നമ്മുടെ ടൈം മാനേജ്മെന്റും കൃത്യമായ രീതിയിൽ യൂസ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും SSC CGL നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.